കോസ്റ്റ് ഗാർഡിന്റെ മുൻ മേധാവി ഡോക്ടർ പ്രഭാകരൻ പലേരി അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ഉണ്ട്. സർ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സർ, ഇവിടെ നടക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടുള്ള പ്രാഥമികമായ വിവരങ്ങൾ താങ്കളുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. താങ്കൾ ഇപ്പോൾ കേരളത്തിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ 12ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോഴും നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വ്യക്തമായ ചിത്രം കിട്ടിയിട്ടില്ല. താങ്കളുടെ അനുഭവ പരിചയത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ, എന്തൊക്കെയാണ് ഇതിലെ പ്രതിസന്ധികൾ, എങ്ങനെയാണ് നമുക്കിതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ? ഇവിടെ നടന്നിട്ടുള്ളത് മണ്ണിടിച്ചിലാണ്. അതും വലിയ കാര്യമായിട്ട് മഴ പെയ്തത് കാരണം. ഇതുപോലെ ഹിമപാതങ്ങൾ ഉണ്ടാകാറുണ്ട്, മണ്ണിടിച്ചിൽ ഉണ്ടാകാറുണ്ട്. പല സ്ഥലത്തും ഇങ്ങനെ സംഭവിക്കുന്നത്, ദുരന്തമാകുന്നത് അത് ജീവനും സ്വത്തും അകപ്പെടുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു സമയം വരെ മാത്രമേ നമുക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം തുറന്ന് പുറത്തെടുക്കുവാൻ സാധിക്കും എന്ന് എനിക്കറിയാം. കാരണം അതുപോലെയുള്ള പല സംഭവ വികാസങ്ങളും കരയിൽ, ലാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. പട്ടാളക്കാർക്ക് എപ്പോഴും പറ്റുന്ന ഒരു സംഭവമാണത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, എത്ര പേരാണ് അകപ്പെട്ടു പോയത് എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അകപ്പെട്ടു പോയവരെ രക്ഷപ്പെടുത്താൻ 11-12 ദിവസം കഴിഞ്ഞ ശേഷം എത്രമാത്രം സാധ്യതയുണ്ട് എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ കേട്ടത് ഇതൊക്കെ ഒരു പുഴയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പുഴയിൽ ഭയങ്കരമായിട്ടുള്ള ഒഴുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മുങ്ങൽ വിദഗ്ധന് എവിടെയാണ് മുങ്ങേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ബോഡി വല്ല ശരീരങ്ങൾ, വല്ല മനുഷ്യർ അതിനകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പലതും മുന്നോട്ട് ആ ഒഴുക്കിനനുസരിച്ച് പോയി കാണും. എവിടം വരെ എത്തിയിട്ടുണ്ടാവും ഈ 12 ദിവസത്തിനകത്ത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് സാധ്യമാണ്, പക്ഷേ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും അകപ്പെട്ടു പോയവർക്കും അതിൽ കൂട്ട കുടുംബാംഗങ്ങൾക്കും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഇനി ഉണ്ടാകാതിരിക്കാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് പറയാനുള്ള ഒരു സംഗതി ഇവിടെ ഒരു പക്ഷേ ആരും പറഞ്ഞു കാണില്ല. അതായത് നമ്മുടെ ഭാരതം മുഴുവൻ, ദേശം മുഴുവൻ, ഇന്ത്യ മുഴുവനും നമ്മൾ ദേശീയ പാതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് പല ഗുണങ്ങളും നമുക്കുണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ പരിസ്ഥിതി എന്നത് അസന്തുലിതത ഉണ്ടാക്കുന്നുണ്ട്. അവിടെ പരിസ്ഥിതിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള മലയിടിച്ച് ഈ ദേശീയപാത നിർമ്മാണം കാരണം തന്നെ പല സ്ഥലത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഗവൺമെന്റുകൾ, സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ പ്രത്യേകം പരിശോധിച്ച് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ഓരോ സ്ഥലത്തും എവിടെയാണ് മണ്ണിടിച്ചിലിന് സാധ്യത, അവിടെ മുൻകരുതലുകൾ ആവശ്യമാണ്. ഈ ദേശീയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാനാണ് വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇതിനെപ്പറ്റി കേട്ട് ഒരു ദേശീയപാതയിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത്. ഇതാണ് എന്റെ അനുഭവത്തിൽ പറയാനുള്ളത്. സാർ, ഒരു കാര്യം കൂടി. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇതിനകത്ത് ഇനിയിപ്പോൾ ഏതവസ്ഥയിലായിരിക്കും നമുക്കിനി അർജുനെ കിട്ടുക, കണ്ടെത്താൻ കഴിയുക എന്നത് അറിയില്ല എന്ന്. ശരിയാണ്, നമുക്ക് ഒരു സാമാന്യ യുക്തിയിൽ തന്നെ അത് പറയാൻ കഴിയും. പക്ഷേ ഇനി ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ദിശ എങ്ങോട്ടാകണമെന്ന കാര്യത്തിൽ പോലും ഒരു അവ്യക്തത ഉണ്ടല്ലോ സാർ. ഇപ്പോൾ ലോറി അവിടെ ഉണ്ടെന്നൊരു അനുമാനമാണ്. അതിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്ത സ്ഥിതിയാണ്. ഈ 10-12 ദിവസമായിട്ടും നമുക്ക് ലോറി പുറത്തേക്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ഈ ദൗത്യത്തിൻ്റെ ഒരു സ്വാഭാവിക ഘട്ടങ്ങളാണോ, അതോ ഇതിനു മുൻപേ ഇത് സാധ്യമാകുമായിരുന്നു? ഇതിന് മുമ്പേ തീർച്ചയായിട്ടും സാധ്യമാകും. അതിന് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, സംസ്ഥാന കേന്ദ്ര അതോറിറ്റികൾ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടിൻജൻസി പ്ലാനുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. എത്രമാത്രം കണ്ടിൻജൻസി പ്ലാനുകൾ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഉണ്ട് എന്ന് എനിക്കറിയില്ല. എന്റെ അഭിപ്രായത്തിൽ കാര്യമായിട്ടുള്ള കണ്ടിൻജൻസി പ്ലാനുകളും ഒന്നും എവിടെയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. അതായത് ഇപ്പൊ കർണാടകമാണ് എടുത്തത് അല്ലെങ്കിൽ കേരളമാണ് എടുത്തതെങ്കിൽ അതുമായിട്ട്, ആ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാകും എന്നുള്ളത് NDMA പഠിച്ചിരിക്കേണ്ടതാണ്. അതിന് കാര്യമായിട്ട് പഠനം നടത്തുന്ന വ്യക്തികൾ ആവശ്യമാണ്. വല്ല ജോലികളിൽ ഉള്ള ആളുകൾ അതിൽ കയറിയിട്ട് കാര്യമില്ല. ശരിയായിട്ടുള്ള വിദഗ്ധർ അവിടെ ഉണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്ത് എന്തൊക്കെ തരത്തിൽ ഉള്ള ദുരന്തങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉത്തരാഖണ്ഡിൽ ഒരു തരത്തിലായിരിക്കും, മഹാരാഷ്ട്രയിൽ വേറെ തരത്തിലായിരിക്കും, കേരളത്തിൽ വേറെ തരത്തിലായിരിക്കും, തമിഴ്നാട്ടിൽ വേറെ തന്നെ തരത്തിലായിരിക്കും. അപ്പൊ അവർക്ക് അതിനുള്ള അറിവുണ്ടാകണം.
ആ അറിവ് ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് ആ NDMA, സംസ്ഥാന NDMA മുൻകരുതലുകൾ കൊടുക്കണം. ഒരു മഴ പെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. താൽക്കാലികമായിട്ട് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് അത് ബാധ്യതയാണ്. പക്ഷെ ലാൻഡിൽ ഇത് സാധ്യമല്ല. അത് ഒരു സംഗതി. അപ്പൊ അതിനെ NDMA കുറേയും കൂടെ നമ്മൾ അവരുടെ കണ്ടിൻജൻസി പ്ലാനുകൾ ഗവൺമെന്റ്, പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ഒരുപാട് ശ്രദ്ധയെടുത്തിട്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇതുപോലുള്ള ഒരു സംഭവം കർണാടകയിൽ നടന്നു അല്ലെങ്കിൽ കേരളത്തിൽ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന്റെ NDMA മിനിറ്റുകൾക്കകം അവിടത്തേക്ക് ആളുകളെ അയക്കാനുള്ള ഒരു ഫയർ സർവീസ് മാതിരിയുള്ള, ഫയർ ഫൈറ്റിംഗ് മാതിരിയുള്ള ഒരു സംവിധാനം നമുക്ക് ആവശ്യമാണ്. അത് നമുക്ക് എവിടെയും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഡോക്ടർ പ്രഭാകരൻ പല്ലേരി, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഒക്കെ ആകാശത്ത് പറന്ന് എന്താണ് ഈ പുഴയുടെ യഥാർത്ഥ അവസ്ഥ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോഴും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാതിരിക്കുന്നതിന് കാരണം 6.8 നോട്ട്സ് ആണ് ആ പുഴയുടെ അടിയൊഴുക്കിന്റെ ശക്തി, അതിന്റെ തോത് അങ്ങനെയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നാവികസേനയിൽ ഒരു മുൻ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഒരു ബ്ലൂ ഐ എന്നൊരു എക്യുപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. മൾട്ടി ബീം സോണാർ അതുണ്ടെങ്കിൽ ഈ ലോറി എവിടെ കിടക്കുന്നു എന്നൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നാണ്. അപ്പോൾ താങ്കൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ലോറി ഈ മണ്ണിനകത്ത് പൂണ്ട് കിടക്കുകയാണെങ്കിൽ അത് പുറത്തെടുക്കുക എന്നത് അത്രത്തോളം ശ്രമകരമായ ഒരു ദൗത്യമായി ഈ സൈന്യത്തിന്റെ സംഘത്തിന് മാറുന്നത് എന്തുകൊണ്ടാണ്? അകത്ത് ലോറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അകപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിന് പൂർണ്ണ വിശ്വാസം വരുന്നില്ല. കാരണം അതുണ്ടെങ്കിൽ കണ്ടെത്താൻ ഇവരെ കൊണ്ട് സാധിക്കും. എത്രയും വലിയ മണ്ണിടിച്ചിലൊന്നും, ഏത് മണ്ണിടിച്ചിലും അത് അകപ്പെട്ട ടാങ്കുകളും മിലിറ്ററി വെഹിക്കിൾസും ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിന്റെ ഏകദേശം അതിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കണം, ആ മണ്ണ് കൂമ്പാരത്തിനുള്ളിൽ. അതൊരു സംഗതി. ഒരു ഹെലികോപ്റ്റർ മുകളിൽ കൂടെ പോയാൽ ഒരു പൊതുവെയുള്ള ഒരു പരിസ്ഥിതി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ പരിസ്ഥിതി ഉപയോഗിച്ച് കൂടുതൽ വൈദഗ്ധ്യമുള്ള അവിടെ എത്താൻ സാധ്യതയുള്ളവരെ നമുക്ക് നയിക്കുവാൻ സാധിക്കും. പിന്നെ ഇത്രയും 6.8 നോട്ടുകൾ ഉണ്ട് എന്നുള്ളത് അത്ര കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് കണ്ടാൽ കാണുന്ന ഒരു ഒഴുക്ക് എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ആ ഒഴുക്കുകളിൽ മുങ്ങൽ വിദഗ്ധരെ വിടണമോ വേണ്ടയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. നാവികസേനയ്ക്ക് ഒന്നാന്തരം മുങ്ങൽ വിദഗ്ധരുണ്ട്, വളരെ പരിചയമുള്ള ഒരു സംവിധാനങ്ങൾ അവർക്കുണ്ട്. അപ്പൊ അവർ പറയുന്നതിന് നമ്മൾ അനുസരിച്ച് പോകണമെന്നാണ് ഞാൻ പറയുക. അവർക്കറിയാം, കാരണം ഏത് അപകടത്തിൽപ്പെട്ടാലും അവരെ സഹായിക്കാൻ പോകുന്നവർ ആദ്യമായി നോക്കേണ്ടത് ആ സഹായിക്കാൻ പോകുന്നവരുടെ സുരക്ഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു വിമാനം താഴത്തേക്ക് വീഴുമ്പോൾ വരെ ആദ്യം ഒരു കുട്ടിയുടെ മുഖത്താണ് ഓക്സിജൻ മാസ്ക് വെക്കേണ്ടത്, എന്നിട്ടാണ് അമ്മയുടെ മുഖത്ത് വെക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സ്വയം മുൻകരുതലുകൾ ആവശ്യമാണ് ഏത് അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ പോകുന്നവർക്ക്. അല്ലെങ്കിൽ അവർ മരിച്ചു പോകും, അവർ അത്യാഹിതത്തിൽപ്പെടും. അപ്പൊ അതിനനുസരിച്ച് അത് നാവികസേനക്ക് അറിയാം. അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക, പറയാനുള്ളത്. രണ്ടാമത്, ഒഴുകുന്ന വെള്ളത്തിൽ ഒരു ശരീരമോ ഒഴുകുന്ന വേറെ വല്ല സാധനങ്ങളോ വീണ് കഴിഞ്ഞാൽ അത് വീണ സ്ഥലത്ത് ഉണ്ടാവുകയില്ല. എത്രയോ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക, എത്രയോ കിലോമീറ്റർ ദൂരം പോയി കാണും. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സോണാർ സെറ്റോ എങ്ങനെയുള്ളത്, അതിനുള്ള സംവിധാനം എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കണ്ടിൻജൻസി പ്ലാൻ എന്താണ്, അതിൽ അവർ മണ്ണിടിച്ച് കാര്യമായിട്ടുള്ള ഒരു സംഭവമായിട്ട് എടുത്തിട്ടുണ്ടോ? അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ലൊക്കേഷനിലാണ് മണ്ണിടിച്ചിൽ വരാൻ സാധ്യതയുള്ളത് എന്ന് ഗവൺമെന്റിന് പറയാൻ പറ്റും. അത് പറ്റിയിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ദുരന്ത സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തീ പിടിച്ചിട്ടുണ്ട് കാട്ടിൽ, അതിൽ ജനങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. അതൊന്നും നമ്മൾ മുൻകൂട്ടി കാണുന്നില്ല. മുൻകൂട്ടി കണ്ടാൽ മാത്രമേ നമുക്ക് കണ്ടിൻജൻസി പ്ലാൻ ഏകദേശ രൂപം കൊടുത്ത് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ആളുകളാണ്, ആരൊക്കെയാണ് അവിടെ എത്തേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇല്ല, നമുക്ക് ഒന്നാമത് ഒരു പ്ലാൻ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. പ്രഭാകരൻ പല്ലേരി സാർ, ഇനി ഈ അന്വേഷണം ഏത് ഡയറക്ഷനിൽ പോകണമെന്നാണ് താങ്കളെപ്പോലൊരാൾ പറയുക? ഇതിൽ നമ്മൾക്ക് അത് പറയാൻ എനിക്ക് എളുപ്പത്തിൽ സാധ്യമല്ല. കാരണം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്, അവരുടെ ഉദ്ദേശപ്രകാരമാണല്ലോ ഇത് പോവുക. അത് ആരാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും കർണാടകത്തിലും കേരളത്തിലുമൊക്കെ ഇതിന്
ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വിദഗ്ധരുമുണ്ട്. കർണാടകത്തിൽ സൈന്യമുണ്ട്, കേരളത്തിൽ നാവികസേനയുണ്ട്. അവർക്കൊക്കെ ഉപദേശം കൊടുക്കുവാൻ സാധിക്കും ഇതുമായിട്ട് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നവർക്ക്. അത് ഉദാഹരണമായിട്ട് സ്റ്റേറ്റ് NDMA ചീഫ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കും. കേന്ദ്ര NDMA ചീഫ് പ്രധാനമന്ത്രിയാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹം നിയമിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ആ വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത്. ശരി, വളരെയധികം നന്ദി ഡോക്ടർ പ്രഭാകരൻ പലേരി. അദ്ദേഹം കേരളത്തിന് പുറത്താണുള്ളത്. അദ്ദേഹം ഈ സംഭവങ്ങൾ കർണാടകയിൽ നടന്ന ഈ സംഭവങ്ങളെല്ലാം, ഈ ദുരന്തവും അതിനെ തുടർന്ന് നടക്കുന്ന ഈ അന്വേഷണങ്ങളെല്ലാം, അതിൻ്റെ വിവരങ്ങളൊക്കെ അദ്ദേഹം ശേഖരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദഗ്ധ അഭിപ്രായമാണ് ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത്.